ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മിസ്റ്റർ നവസ്മീരൻ സാർ. സാറിൻ്റെ സംസാരം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാർ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഇറലവൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അത് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും പോസ്റ്റ് കോവിഡ് റിലേറ്റഡ് ബിസിനസ് ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതും. സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സാറിന്റെ സംസാരത്തിൽ പറഞ്ഞു സാറിന്റെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ പ്രസന്റ് ക്രൈസിസ് സിറ്റുവേഷനിൽ ഈ ബ്രാൻഡ് എങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അതിനെ കുറിച്ച് സാറിനൊന്ന് പറയാൻ പറ്റുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ടു റീറ്റെയിൻ ദ ബ്രാൻഡ് ഡ്യൂറിങ് ദിസ് ക്രൈസിസ് ടൈം. അല്ല, ഞങ്ങള് ഭാഗ്യവശാൽ എസെൻഷ്യൽ കമ്മോഡിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുഡ് ഐറ്റം എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചാലഞ്ചുകൾ വരണം എന്നില്ല. പക്ഷേ അതിൽ തന്നെ വരാം. അതായത് ഞങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി തരുന്ന പ്രോഡക്റ്റുകളുടെ സെയിൽസ് സാധാരണ രീതിയിൽ കുറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അത് ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്, മാർക്കറ്റ് ഡ്രിവൺ ആണ് ആ ഒരു ഇത്. പക്ഷെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് എപ്പോഴും ഒരു റിലവൻസ് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അതായത് കസ്റ്റമറുടെ കൂടെ കസ്റ്റമറുടെ ആവശ്യങ്ങളൊത്ത് ബ്രാൻഡ് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് കൂടുതൽ ഓഫറിങ് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായി, വീട്ടിലിരിക്കാൻ നേരത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം കൃത്യമായിട്ട് ഭക്ഷണം വരാൻ തുടങ്ങി കഴിഞ്ഞു. ആ ഭക്ഷണത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ള എഫേർട്ട് ഭാര്യ ഇടുന്നതിനെ ഭർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭർത്താവിനൊരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് കുറച്ചും കൂടി ഈസിനെസ് വേണം കുക്കിങ്ങിൽ എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് കസ്റ്റമർക്ക് റിലവൻസ് ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡിന്റെ റിലവൻസ് നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബെഡ് വെക്കുന്നുണ്ട് സുനിദ്ര എന്നുള്ള പേരിൽ. അപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ബെഡ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ ഓൺലൈനിൽ പോകാനായിരിക്കും സാധ്യത. കാരണം ഇപ്പൊ ഇത് കടക്കാർ വാങ്ങിച്ചു വെച്ച് കടയിൽ വന്ന ആൾക്കാർ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഡിമാൻഡ് എവിടെയാണോ ഡിമാൻഡിന്റെ റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൽ പോയി അഡ്രസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറിങ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഓൺലൈനിലായിരിക്കും ഇനി ബെഡ് പോലുള്ള ഒരു ബിസിനസ് എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ബിസിനസ്സിനും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ സ്പൈസസ് ആണെങ്കിൽ അല്ലെങ്കിൽ തേയില ആണെങ്കിൽ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞാൻ കൂടുതൽ ടൈപ്പ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ വിവിധങ്ങളായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കൂ. സാർ, അതിന്റെ കൂടെ തന്നെ ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഗ്രോയിങ് ബ്രാൻഡിനെ നമ്മൾ എങ്ങനെ ഈ സമയത്ത് പൊസിഷൻ ചെയ്യാൻ പറ്റും എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്രൈസിസ് ടൈമിൽ ഗ്രോയിങ് ആയിട്ടുള്ള പുതിയ ബ്രാൻഡ് പ്രോഡക്ട്സിനെ എങ്ങനെ ക്രൈസിസിൽ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ കൂടെ തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? സാറിന് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നണേ. എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തില് ഇപ്പോ വല്ലാതെ പരസ്യം ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പരസ്യം ചെയ്യണതിൽ എക്സ്പെൻസ് വരും. ഡിമാൻഡ് അത്ര കണ്ട് ഈ എക്സ്പെൻസിനെ എല്ലാം അബ്സോർവ് ചെയ്യുന്ന രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഇതിനകത്ത് ഈ ഗ്രോയിങ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു സ്റ്റേ ഇൻവെസ്റ്റഡ്. അപ്പൊ അതിന് നമ്മുടെ പോക്കറ്റ് റെഡി ആണോ ഇല്ലയോ എന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ കൊണ്ട് അത് തീരുമാനിക്കാം. ഒന്ന്, ആവശ്യത്തിനുള്ള ക്യാഷ് ഇൻഫ്ലോ ഉണ്ടോ. ഇപ്പോ എൻ്റെ തേയില ബ്രാൻഡ് ഇപ്പോൾ 100 കോടി രൂപയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിനെ 250 കോടിയിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് 250 കോടിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൂടുതൽ മാർക്കറ്റുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ കൂടുതൽ മാർക്കറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് കാലം എനിക്ക് വലിയ ബിസിനസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ആ ബിസിനസ് കുറവുള്ള സമയത്ത് വരുന്ന നഷ്ടത്തിന് നികത്താൻ എൻ്റെ പോക്കറ്റിന് കപ്പാസിറ്റി ഉണ്ട്. 2,
ഒരു ബ്രാൻഡ് ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പരസ്യം ചെയ്യാനായിട്ട് എനിക്ക് കാശുണ്ട്. അങ്ങനെ എത്ര കാലം എനിക്ക് പരസ്യം ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. 3, ഇന്ന് ഞാൻ ഈ തേയില സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ പറയുന്നു എന്നുള്ളൂ. ഞാൻ ഇന്ന് ഈ പ്രോഡക്റ്റ് ദുബായിലെ ലുലു പോലുള്ള ഒരു സ്ഥലത്ത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ലിസ്റ്റിംഗ് ഫീ കൊടുക്കണം. ഞാൻ ആ ലിസ്റ്റിംഗ് ഫീ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. ഇനി ലിസ്റ്റിംഗ് ഫീ കൊടുത്താൽ പോലും എനിക്ക് അത്ര കണ്ട് സെയിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ആ സെയിൽസ് ഉണ്ടായില്ലെങ്കിൽ ആ ഒരു നഷ്ടം നികത്താൻ എന്നെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെയുള്ള കുറേ അധികം പോയിന്റുകൾ നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിനെനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ മുണ്ടുമുറുക്കുക, ഉള്ള സ്ഥലം കറക്റ്റായിട്ട് സർവീസ് ചെയ്യുക, സമയം നന്നാവുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഇവോൾവ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഈ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പുണ്യമായ പ്രവർത്തികളിൽ ഒന്ന് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിലൂടെ ലാഭം ഉണ്ടാക്കുന്നു, അതിലൂടെ കുറേ അധികം കുടുംബങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാര്യം അവിടെയാണ്. പക്ഷേ നഷ്ടമാണെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ടുള്ള മനക്കരുത്തും ഒരു ബിസിനസ്സുകാരനുണ്ടാവണം. ഇല്ല എങ്കിൽ ഇന്ന് വലിയ ബിസിനസ്സുകാരൻ എന്ന് അവകാശപ്പെടുന്ന ഞാൻ പോലും നാളെ ഞാൻ എടുക്കാത്ത പോയ ഒരു ഡിസിഷന്റെ പുറത്ത് ഒരു ബിസിനസ്സും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് മാറാവുന്നതാണ്. മ്യൂട്ട്. ഓക്കെ സാർ, അൺമ്യൂട്ട്. സാറേ, പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെർട്ടൺ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഒരു സെർട്ടൺ കസ്റ്റമേഴ്സിനും അത് റീജിയൻ വൈസ് ഡിഫറെൻ്റ് ആവാം, നാഷണാലിറ്റി വൈസ് ഡിഫറെൻ്റ് ആവാം, അവർക്ക് അത് ആക്സെപ്റ്റൻസ് വേണം. ഇപ്പോൾ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈസ്റ്റ് ടീ പോലത്തെ ഒരു എക്സാമ്പിൾ. അപ്പോൾ അത് എങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലേക്ക് സാർ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞങ്ങള് വളരെ അധികം ഡിബേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ടേസ്റ്റ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഈ മെക്കോർമിക്കുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു അസോസിയേഷനിൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നമ്മളൊരു ടേസ്റ്റ് ആണ് വിൽക്കുന്നത്. ഇപ്പോ ചൈനീസ് പ്രോഡക്റ്റ്, ഇപ്പൊ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കുന്ന ആള് അത് ഇന്ത്യൻ ടേസ്റ്റിലാണോ അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കുന്ന ടേസ്റ്റ് ആണോ കർണാടകത്തിൽ കൊടുക്കുന്ന ടേസ്റ്റ് ആണോ എന്നുള്ളതായിരുന്നു. എൻ്റെ പാലറ്റിന് പറ്റിയ രീതിയിലുള്ള പ്രോഡക്റ്റ് ആണോ എന്ന് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ചിക്കൻ മസാല കേരളത്തിൽ വിൽക്കുന്നതും ഡൽഹിയിൽ വിൽക്കുന്നതും വ്യത്യസ്തമായ ടേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ബ്രാൻഡ് ഡൈല്യൂഷനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം ഇന്ന് കേരളത്തിൽ വാങ്ങിക്കുന്ന ആള് ഡൽഹിയിൽ നാളെ പോയി അവിടെ സെറ്റിലായി കഴിയുമ്പോൾ അവിടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അയാളുടെ ടേസ്റ്റുമായിട്ട് യോജിക്കാതെ പോകും. അപ്പം നമ്മളൊരു ടേസ്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുകയും ആ ടേസ്റ്റിൽ ആൾക്കാരെ ക്യാപ്ചർ ചെയ്ത് അഡിക്റ്റീവായിട്ട് നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ മുമ്പോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ ആ ടേസ്റ്റ് ആണ് നമ്മൾ വെക്കുന്നത് എന്നുള്ള ഒരു ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആ ടേസ്റ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ശ്രമം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ ചോദിച്ചാൽ ഞാൻ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സാറേ, ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കുമ്പോഴേ ഇപ്പൊ എൻഡ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഫീഡ്ബാക്കുകൾ എടുക്കുന്നത്, അതേമാതിരി എൻഡ് കസ്റ്റമേഴ്സായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇപ്പൊ സാധാരണ രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെല്ലാം നിങ്ങൾക്കറിയാം പാക്കറ്റിന്റെ പുറത്ത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ട്. പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ സോഷ്യൽ മീഡിയ ഇന്റർവെൻഷനിലൂടെ നമ്മൾ പുതിയ റെസിപ്പീസും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ റെസിപ്പീസ് ട്രൈ ചെയ്യാനും കൂടുതൽ പ്രോഡക്റ്റ് കൂടുതൽ വിഭിന്നങ്ങളായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരവസരം
നമ്മളിപ്പോൾ ഫേസ്ബുക്ക് വഴിയും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നപ്പോ സാധാരണ രീതിയിൽ പ്രോഡക്റ്റ് കൊള്ളാം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. പ്രോഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി അല്ലെങ്കിൽ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാനും നമ്മളുടെ അടുത്ത് നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ഫുഡ് ഐറ്റം ആയതുകൊണ്ട് കുറെ അധികം ഈ ഓർഗനൈസേഷനിൽ ഏകദേശം 3700 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇന്ന സാധനം കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഫിക്സ് ചെയ്തേക്കുന്ന സാധനം എനിക്ക് അവിടെ പോയി മാറ്റാൻ പറ്റില്ല. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് 8 ഫാക്ടറികളാണ്. രാജസ്ഥാൻ മുതൽ കർണാടക, തമിഴ്നാട്, കേരള പോലെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് 8 ഫാക്ടറികളുണ്ട്. ഈ 8 ഫാക്ടറികളിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിക്സ് ചെയ്ത രീതിയിലായിരിക്കും അതിന്റെ ഓപ്പറേഷൻസ് നടക്കുക. അപ്പോൾ ഇതിനകത്തെല്ലാം ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു മാനുഫാക്ചററെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ എൻ്റെ ലാബ് ടെസ്റ്റിംഗ്, ഈ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇത് 10 കോടി രൂപയുടെ അടുത്താണ് ഈ പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരു 15 കോടി രൂപയെങ്കിലും നമുക്ക് ലാബ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. കാരണം അത്രയധികം സ്പെക്സും സ്പെസിഫിക്കേഷൻസും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നോട് സാധാരണ ആൾക്കാർ പറയും, ഒരു മുളക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു, ഞാൻ തന്നെ അത് മിക്സിയിലിട്ട് പൊടിച്ചു, അപ്പൊ എനിക്കൊരു വിശ്വാസം വന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ പോലെയുള്ള 10,3700 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എത്ര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ചെക്കിംഗ് പാരാമീറ്റേഴ്സ് കടന്നതിന് ശേഷമാണ് ഒരു പ്രോഡക്റ്റ് നമുക്കൊരു പാക്കറ്റിലേക്ക് ആക്കാൻ സാധിക്കും. അതേസമയം ഒരു സാധാരണ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടമ്മയ്ക്ക് ആ പ്രോഡക്റ്റിലുള്ള എന്തെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഈ നമ്മൾ വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആ ഡിഫറൻസിന്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഓക്കെ സാർ, അതിൽ പറയാം. പിന്നീട് വന്നൊരു ക്വസ്റ്റ്യന്, ബിസിനസ്സിൽ ഇപ്പോൾ സാറിൻ്റെ ഈ പ്രോഡക്റ്റ് എല്ലാം ഒരു ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രാക്ടീസസ് ഉണ്ടാവും. അതിന് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ എത്തിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈറ്റൽ റോളാണ് ഏതൊരു ഇൻഡസ്ട്രിയിലും. അപ്പോൾ ഇങ്ങനെ ഒരു എത്തിക്സിലൂടെ എങ്ങനെ പിന്നെ ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രാക്ടീസസ് ആണ് സാർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസിലും അത് ഭാഗമാകണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 1-2 ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത്. അതായത് എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാനൊരു പുതിയ കട തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ കടയിൽ നിങ്ങളുടെ സാധനം വേണം. ഞാൻ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. മാസം ഞാൻ 1000 കിലോ വിൽക്കും, അല്ലെ 2000 കിലോ വിൽക്കും എന്ന് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് തരണം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളെന്താ പറയാ, നമ്മൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറയും. ഞാൻ ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട്, ഇദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ചതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് ഞാനൊരു 2% കൂടി കൂടുതൽ കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോ ഞാൻ ഇദ്ദേഹത്തിന് 2% കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ബ്രദർ ഇൻ ലോയ്ക്ക് കോഴിക്കോട് ബിസിനസ് ഉണ്ട്. അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മളിൽ നിന്ന് ചരക്കെടുക്കുന്നു. അദ്ദേഹം എടുക്കുന്നുണ്ട് 1000 അല്ലെ 2000 കിലോ എടുക്കും. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശതമാനത്തിനേക്കാൾ ഞാൻ 2% കൂട്ടിയാണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഇവരേതെങ്കിലും സമയത്ത് സംസാരിക്കും, എനിക്ക് 2% കൂടുതൽ. എനിക്ക് പിന്നെ ഈ കോഴിക്കോടുള്ള ആളുടെ മുഖത്ത് നോക്കാൻ സാധിക്കും. അപ്പൊ എത്തിക്സിനെ നമ്മൾ കാണേണ്ടത് പല രീതിയിലാണ്. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മോശമായ ഒരു ചരക്ക് ഗോഡൌണിലേക്ക് എത്തി, നമ്മുടെ ക്വാളിറ്റിക്കാർ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് ഈ ചരക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും, എന്നാ ശരി, എന്നാ ഒരു കിലോയ്ക്ക് ഒരു 10 രൂപ കൂടി കുറച്ചവിടെ ഇറക്ക് സാറേ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ എത്തിക്കൽ കോളാണ് അതല്ല, എനിക്ക് ആ 10 രൂപ കുറച്ചല്ല വേണ്ടത്, നിങ്ങൾ ചരക്കെടുത്തു, എനിക്ക് എന്റെ സ്പെക്കിൽ ചരക്ക് വേണം എന്ന് പറയാനായിട്ടുള്ള ഒരു
ആ തീരുമാനത്തിനെയാണ് നമ്മളുടെ എത്തിക്കൽ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് അമർഷം തോന്നുന്നു അല്ലെ ദേഷ്യം തോന്നുന്നു ഒക്കെ ചെയ്യുന്ന സ്വാഭാവികമാണ്. പക്ഷെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അയാളെ തെറി പറയുക, അയാൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കീഴെ വർക്ക് ചെയ്യുന്ന ഒരാള് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നടന്നില്ലേ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു. പക്ഷെ ചിലപ്പോൾ അത് ഒരു അസഭ്യമായ എന്തെങ്കിലും ഉപയോഗിച്ചാണ് നമ്മൾ അയാളോട് ദേഷ്യപ്പെടുന്നത്. അത് എത്തിക്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വാല്യൂ സിസ്റ്റംസ്, കമ്പാഷൻ വേണം. ഒരാൾക്ക് തെറ്റുപറ്റാം, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതുകൊണ്ട് തെറ്റുപറ്റിയ ആൾക്കാരുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് തെറ്റുപറ്റിയ ആൾക്കാരുണ്ടാവും. ഇതിൽ നിന്നെല്ലാം പഠിച്ചിട്ട് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരെ നമ്മൾ ഏത് രീതിയിൽ ഡീൽ ചെയ്യും? അപ്പൊ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരാൾക്ക്, ഞാൻ ഇവിടെ സാധാരണ എൻ്റെ ഓർഗനൈസേഷനിൽ പറയും, allow them to make mistakes. കാരണം ഒരാൾ ഒരു സ്ഥലത്ത് പക്വത ആർന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ അവൻ മിസ്റ്റേക്കുകളിലൂടെ കടന്നു വരും. ആ മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിനെയും വർക്കിനെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അയാളൊരു സക്സസ്ഫുൾ ആളായി മാറുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ സാർ, നമുക്ക് ലൈവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഞാൻ ഹസനിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഹസൻ, യു ക്യാൻ ആസ്ക്. താങ്ക് യു സാർ. 1-2 റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നത്. ഒന്ന്, ഈ കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ വലിയ ബിസിനസ് ഹൗസുകൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഔട്ട്സോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഹൗസ് നിലനിർത്തും? ഔട്ട്സോഴ്സ് ചെയ്യുന്നതിലൂടെ സ്മോൾ സ്റ്റാർട്ടപ്സിന് അതുകൊണ്ട് ഗുണമുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത്, നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരാൾ നിൽക്കുമ്പോൾ ആ ഓർഗനൈസേഷന്റെ ഒരു ഫ്രെയിംവർക്കിൽ അധിഷ്ഠിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ മിനിമം നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് അവരുടെ സാലറികൾ എല്ലാ വർഷവും കൂട്ടിപ്പോവും. അതല്ല, അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്ന സ്പേസിന്റെ ഒരു എയർ കണ്ടീഷൻഡ് ഫെസിലിറ്റി ആയിരിക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഓടിക്കുന്ന ആൾ ചിന്തിക്കാവുന്ന ആദ്യത്തെ കാര്യം, എനിക്ക് വാല്യൂ കൂടുതൽ കിട്ടുന്ന പ്രൊപ്പോസിഷൻസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, വാല്യൂ കുറവ് കിട്ടുന്ന പ്രൊപ്പോസിഷൻസ് എവിടേക്കാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് 40% ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് റേഞ്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ കൊടുക്കുന്ന സാലറി, എനിക്ക് 12% ലാഭം കിട്ടുന്ന സ്ഥലത്ത് ഞാൻ കൊടുക്കുന്ന സാലറി ഒന്നാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ന്യായീകരിക്കും? അപ്പൊ ഇത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ വളരെയധികം വാല്യൂ പ്രൊപ്പോസിഷൻ കുറവുള്ള സ്ഥലങ്ങൾ മിക്കവാറും ഔട്ട്സോഴ്സ്ഡ് ആയിട്ട് വരും. അത് പക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഓൺട്രപ്രണോറിയൽ ഇതിന്റെ ഒരു കാരണമായിട്ട് വരും. ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾക്ക് കുറേയധികം വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ വെഹിക്കിൾസ് ഒക്കെ നമുക്കൊരു അതിനു വേണ്ട ഡ്രൈവറും അതിനു വേണ്ടിയിട്ടുള്ള വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2012 നമ്മളൊരു തീരുമാനമെടുത്തു, നമ്മൾ ഡ്രൈവർമാർക്ക് ഈ വണ്ടി അങ്ങ് കൊടുക്കാൻ. നാട്ടിലൊരു വർത്താനുണ്ട്, അടയ്ക്കാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാൻ മരം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുക്കിൽ നമ്മുടെ വണ്ടിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അതിനു പകരം എന്നാ ഡ്രൈവർക്ക് തന്നെ കൊടുത്തേക്കാന്ന് വെച്ചു. സാധാരണ രീതിയിൽ 8 മണിക്ക് ജോലിക്ക് വന്നുകൊണ്ടിരുന്ന അയാൾ രാവിലെ 6 മണിക്ക് ലോഡ് കൊണ്ടുപോകാൻ തയ്യാറാണ്. അപ്പോൾ അയാൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അടിമാലിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് തേനിയിൽ പോകും. തേനിയിൽ നിന്ന് ലോഡ് എടുത്ത് തിരിച്ചിവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ഇറക്കി തരാനായിട്ട് ഈ പിള്ളേർക്ക് ലഡുവും ജിലേബിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ഒരു ഡ്രൈവറെ വിടും, 2ാമത്തെ ലോഡ് തേനിന്ന് എടുക്കാൻ.
അതല്ലെങ്കിൽ അടിമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തിനുള്ള ലോഡ് എടുക്കാനായിട്ട്. ഞങ്ങൾ 33,000 ടൺ ചരക്ക് വർഷം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള അത്രയും വണ്ടികളെ ഞങ്ങൾ ഇന്ന് 54,000 ടൺ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കൂടും. ഇനി കൂടുമെന്ന് മാത്രമല്ല, അത് ഈ ഓർഗനൈസേഷന് ഗുണകരമായ രീതിയിൽ കൂടും. അപ്പൊ അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ആക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നമുക്ക് ഉള്ളത്. സർ, അതേപോലെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ക്രെഡിറ്റ് ബിസിനസ്സിൽ നിന്നൊരു ക്യാഷ് ആൻഡ് ക്യാരിയിലേക്ക് മാറുന്ന ഒരു ട്രെൻഡ് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ക്രെഡിറ്റ് ബിസിനസ്സിന് ക്യാഷ് ആൻഡ് ക്യാരിയിലേക്ക് മാറുമ്പോൾ ഇപ്പൊ പെൻഡിങ് ഉള്ള ക്രെഡിറ്റ് ഡ്യൂസും അതേപോലെ തന്നെ ഈ പേയ്മെന്റ് ഡിലേ ആക്കുമ്പോഴൊക്കെ നമ്മുടെ എന്താ പറയുക കറന്റ് വോളിയം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് ക്രെഡിറ്റ് ഒഴിവാക്കി ക്യാഷ് ആൻഡ് ക്യാരി മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ വോളിയം കുറയൂലേ എന്നുള്ളൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വാക്ക് പ്രത്യേകം പറഞ്ഞു, കൊളാബറേഷൻ. ഞാൻ കൊളാബറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ചരക്ക് വാങ്ങിക്കുന്ന സ്ഥലം, നമ്മൾ ചരക്ക് വിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവരുമായിട്ടൊരു കൊളാബറേറ്റീവ് നേച്ചറിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ, ഇപ്പോൾ എനിക്ക് ചരക്ക് തന്ന ആൾക്ക് ഞാൻ പൈസ കൊടുക്കുന്നില്ല എന്ന് വെച്ചോ, അപ്പോൾ അയാളുടെ ബൈയിങ് പവർ മോശമായി. അയാളുടെ ബൈയിങ് പവർ മോശമായി കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ചരക്കിന്റെ വില കൂടിയായിരിക്കും അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എൻ്റെ ബിസിനസ്സിനെ ബാധിക്കും. ഈ സെയിം സിസ്റ്റം തന്നെയാണ് ഞാൻ ചരക്ക് വിൽക്കുമ്പോൾ എനിക്ക് കാശ് തരേണ്ട ആൾ എനിക്ക് കറക്റ്റായിട്ട് കാശ് തന്നില്ല എങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ആൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റാതില്ല. അപ്പോൾ നമ്മൾ വളരെ പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ് ഈ സമയത്ത് നടത്തേണ്ടത്. കാരണം നമ്മളുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡിമാൻഡ് ഷ്രിങ്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇപ്പോ വായിച്ചതേ ഉള്ളൂ, ആമസോൺ 2 കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ ആമസോണിലൂടെ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് 24 മാസം കൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുക്കാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഡിമാൻഡിനെ സസ്റ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പൊ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ കടം കൊടുക്കേണ്ട വരുമായിരിക്കും. കടം കൊടുക്കാൻ ക്യാഷിന് തന്നെ വിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കടം കൊടുക്കുമ്പോഴും നമ്മളുടെ ക്യാഷ് ഫ്ലോനെ ബാധിക്കാതെയും നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് പൊസിഷൻ ചെയ്യേണ്ടത്. അതിനുള്ള പുതിയ ടൈപ്പുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. സാർ, ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതുകൊണ്ടുള്ളൊരു 2 ചോദ്യമാണ്. ഒന്ന്, പിന്നെ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ കേരളം പൊതുവെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് പറയാറ്. അപ്പൊ കേരളം ആ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ളൊരു പദവിയിൽ നിന്ന് മാറി ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്ന് സാർ അഭിപ്രായം പറയാം. ഇപ്പോ ഈ തിരിച്ചു കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള ഇത് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1,00,000 കോടി രൂപ NRI റെമിറ്റൻസ് ഉണ്ട്. അതിനകത്ത് 60% കൺസംഷനിലാണ്, 40% ഈ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷന് പറ്റിയ നമുക്ക് 4, 5, 6 ഏരിയകളുണ്ട് നമുക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെർട്ടിക്കൽ ആയിട്ടുള്ള നമുക്ക് ഹൈ എൻഡ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളൊന്നും നമുക്കിവിടെ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ജപ്പാനിലൊക്കെ ഉള്ള പോലെ 10 നില കെട്ടിടം, ആ 10 നില കെട്ടിടത്തിൽ ഓരോ നിലയിലും വേറെ വേറെ കമ്പനികളായിരിക്കും ഇത് ചെയ്യുന്നത്. അത് പക്ഷെ ഹൈ എൻഡ് പ്രോഡക്റ്റുകളാണ്. എന്നാൽ പൊല്യൂട്ടിംഗ് അല്ലാത്ത പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും അതിൽ നിന്ന് ഉണ്ടാക്കി അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ കളഞ്ഞുപോയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ വലിയ രീതിയിലുള്ള വാല്യൂ അഡീഷൻ, അതായത് വാല്യൂ കൂടിയ പ്രോഡക്റ്റുകളുണ്ട്, സാധനങ്ങൾ കൃഷി ചെയ്യാനും
അതിൽ നിന്ന് വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള അവസരം നമുക്കുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിലുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് തേനിന്റെ കാര്യം സംസാരിച്ചു. അപ്പോ തേൻ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവരും സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ടാണ്. അപ്പോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാക്ക് എൻഡ് സപ്ലയർ എന്നുള്ള നിലയിൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തേൻ ഇപ്പൊ പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് എനിക്കൊരു ധൈര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേ അധികം പ്രോഡക്റ്റുകൾ കേരളത്തിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മൾ ഈ എടന ഇലയിൽ അപ്പം, എടനയപ്പം എന്ന് പറയും. ഒരു ഇലയിൽ ഇട്ട ആ സ്മെല്ലുണ്ടാവും, നല്ല രുചി. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഞാൻ കണ്ടു. ഈ 10-20 വർഷത്തിന് ശേഷം അമേരിക്കയിൽ ചെന്നപ്പോൾ ഇവിടുന്ന് അത് ഉണ്ടാക്കി അമേരിക്കൻ സ്റ്റോറുകളിൽ എടനയപ്പം ഉണ്ട്. അപ്പോ എടനയപ്പം കഴിക്കാൻ അമേരിക്കയിൽ പോകേണ്ട സ്ഥിതി വന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത്രയധികം റിസോഴ്സ് നമുക്കുണ്ട്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ ഒരു ഏരിയ നമുക്ക് ഈ ഹൈ എൻഡ് എഡ്യൂക്കേഷൻ, ഇപ്പോ പലരും ഹാർവാർഡിലൊക്കെ പോയി പഠിക്കുന്നു. അതേസമയം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലുള്ളവരെ നമ്മൾ കേരളത്തിൽ പോളിസി പറഞ്ഞിരിക്കാതെ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ക്ലൈമറ്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് എക്സ്ട്രീംസ് ഇല്ല, വലിയ തണുപ്പും വലിയ ചൂടും ഇല്ല. അപ്പോൾ ദൂരെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിന്ററിലൊക്കെ വെയിൽ പോലും കാണാതെ അവർ ഡിപ്രഷനിൽ വരെ പോകുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഹൈ എൻഡ് യൂണിവേഴ്സിറ്റികളെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. കാരണം നമുക്ക് വലിയ രീതിയിലുള്ള ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട്. സാർ, അതേപോലെ ഒരു ലാസ്റ്റ് 2-3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതോടുകൂടി ഈ എക്സ്പോർട്ട് ബിസിനസ്, മൊത്തം ബിസിനസ് പറയുമ്പോൾ തന്നെ എക്സ്പോർട്ട് ബിസിനസ്സുകൾ പൊതുവെ കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ കംബാക്ക് എപ്പോഴായിരിക്കും ഈ എക്സ്പോർട്ട് ബിസിനസ്സുകളുടെയൊക്കെ സാർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോ ഈ നോർക്കയുടെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിന് തന്നെ 20,000 പേര് വന്നു അവിടെ രജിസ്റ്റർ ചെയ്തു എന്ന് കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം ആശങ്കയോടുകൂടി തന്നെ നമ്മൾ ആ ഫിഗേഴ്സിനെ കാണുന്നത്. ഇപ്പോൾ അത് 3 ലക്ഷം കടന്നു എന്നാണ് പറയുന്നത്. ഇതിപ്പോ വരുന്ന ഒരു വർഷം നമുക്ക് കുറേ ജിയോ പൊളിറ്റിക്കൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ എനിക്കിന്ന് അമേരിക്ക പോകണോ അല്ലെങ്കിൽ എനിക്കിന്ന് UK പോകണോ എന്ന് വിചാരിച്ചാൽ UK പുറത്തുനിന്ന് വരുന്ന ആളെ റിസീവ് ചെയ്യാൻ അവര് വളരെയധികം ആശങ്കയോടുകൂടി മാത്രമായിരിക്കും റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ട്രാൻസാക്ഷൻസ്, ഈ ആൾക്കാരുടെ പോക്കുവരവ് വലിയ രീതിയിൽ എനിക്ക് തോന്നുന്നു ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഡിസ്റ്റൻസിങ്ങിന്റെ ഭാഗമായിട്ട് എയർലൈനിൽ ഒരു സീറ്റിൽ ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ഒക്കെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സിനെ വെച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ അതൊന്ന്, അത് കൂടാതെ ഇതിന്റെ സ്പൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ വരെയെങ്കിലും മിനിമം, അതായത് വാക്സിൻ, കറക്റ്റ് ആയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് 18 മാസം വേണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അതിനകത്ത് ഓൾറെഡി 2 മാസം പോയി കഴിഞ്ഞു. ഇനി 16 മാസത്തിന്റെ ഉള്ളിലാണ് ഈ വാക്സിൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്നത്. നമുക്കെല്ലാം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഈ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാത്തടത്തോളം കാലം ഇതിന്റെ സ്പൈക്ക് ഇന്റർമിറ്റന്റ് ആയിരിക്കും. 2 മാസം, 1 മാസം ഒന്ന് ലോക്ക്ഡൌൺ വരും, അല്ലെ 15 ദിവസം ലോക്ക്ഡൌൺ വരും, പിന്നെയും തുറക്കും, പിന്നെ അടയ്ക്കും, പിന്നെയും തുറക്കും. അങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് കാരണം ഒരു 2 വർഷത്തേക്ക് എസെൻഷ്യൽസിന്റെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ നോർമൽ രീതിയിൽ പോവുമായിരിക്കും. പക്ഷെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, എസ്പെഷ്യലി ട്രാവൽ, ടൂറിസം, പിന്നെ ഈ ഹൗസ് ഹോൾഡ് ഹോം അപ്ലയൻസസ്, കാറുകൾ. ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ സാധാരണ മാർച്ച് മാസം
ഡിപ്രീസിയേഷന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാർ വാങ്ങി. അപ്പൊ ഈ മാർച്ച് മാസം ആ സെയിൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അത് ഇനി അത് പിക്ക് ചെയ്യണമെങ്കിൽ 6 മാസം എടുക്കും. അപ്പോൾ 6 മാസം കൊണ്ടാണ് ഈ മാർച്ച് മാസത്തിൽ പോകേണ്ട ഇൻവെന്ററി വിറ്റ് തീരാൻ സാധ്യത. അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റ്, അപ്പൊ ഇതെല്ലാം ഇതൊരു ചെയിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു 2 വർഷത്തെ ഒരു ജേണിയാണ്. പക്ഷെ മുണ്ട് മുറുക്കി കൊടുക്കുക, ചെലവ് ഏറ്റവും ചുരുക്കുക, എല്ലാവരെയും കോൺഫിഡൻസിൽ എടുക്കുക, തുറന്ന് സംസാരിക്കേണ്ടവരോട് തുറന്ന് സംസാരിക്കുക. നമുക്കിപ്പോൾ ഒരു 30,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് 30,000 രൂപ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്ന് തന്നെ സംസാരിക്കാം, എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ സാർ, നമ്മൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. 2 റിലേറ്റഡ് ചോദ്യമാണ്. ഒന്ന്, ഇപ്പോൾ ഈ ഓയിൽ പ്രൈസ് ഒക്കെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിന്യൂവബിൾ എനർജി സോഴ്സിന് നല്ല ഒരു പ്രസക്തി വരുന്ന ടൈം ആയതുകൊണ്ട് യങ് ഓണ്ടർപ്രണേഴ്സിന് സാറിന് ആ വിഷയത്തിൽ ഒരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ? അതിലേക്ക് തിരിയണം എന്നുള്ള അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സംഗതികളൊക്കെ ആയിട്ട്. ഇപ്പോ അതൊരു റിന്യൂവബിൾ എനർജി, ഇപ്പോൾ ഇന്ത്യയിൽ കുറേയധികം ഹെഡ്ജ് ഫണ്ടുകൾ റിന്യൂവബിൾ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഏകദേശം 60% കുറഞ്ഞ, അതായത് സാധാരണ രീതിയിൽ 6 കോടി രൂപയാണ് ഒരു മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോസ്റ്റ് വരുന്നത്. അതിന്റെ 60% വിലയ്ക്ക് വിറ്റ് പോകാനായിട്ടൊക്കെ ഹെഡ്ജ് ഫണ്ടുകൾ ഇന്ത്യയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിമാൻഡ് കംപ്ലീറ്റ് ആയിട്ട് താഴെ പോയി കഴിഞ്ഞപ്പോൾ ടേക്കേഴ്സ് ഇല്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളാണ് ഇത് എടുക്കേണ്ടത്. അപ്പൊ അവരിപ്പോ എടുക്കുന്നില്ല. അപ്പോൾ എടുക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു വെച്ചാൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് പൈസ ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഫോഴ്സ് മെജർ ഇംപ്ലിക്കേഷൻ വരുന്നു, പൈസ വരാത്തൊരു സാഹചര്യമുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ ബിസിനസ്സും ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ച് വേണം നമ്മളൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. കാരണം ഇതെല്ലാം നല്ലതാണ്. കാരണം ഇപ്പോൾ ഫോസിൽ ഫ്യൂവലിന്റെ എന്താ പറയാ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ തന്നെ, ഇപ്പൊ പ്രൈസ് കുറഞ്ഞു എന്നുള്ള ഒരു വ്യത്യസ്തമായ കാര്യം, പക്ഷെ അവൈലബിലിറ്റി കുറഞ്ഞാൽ അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജിയാണ്. പക്ഷെ അപ്പോഴും നാട്ടിലുള്ള ഡിമാൻഡാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം. ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് ശ്രദ്ധ വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ സാർ, എന്നാൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിൽ ഇതുമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് പുതിയ ഓണ്ടർപ്രണേഴ്സിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സംശയമാണ്. അതായത് സാറ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇതുവരെയുള്ള ജേണിയിൽ ഒരുപാട് കറക്റ്റീവ് മെഷേഴ്സ് സാർ എടുത്തിട്ടുണ്ടാവും. ബിസിനസ്സിന്റെ പല ഘട്ടങ്ങളിലും പല ഹാർഡ് ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാറിന് പുതിയ ഓണ്ടർപ്രണേഴ്സിനായിട്ടുള്ള പുതിയ ആൾക്കാരോട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരോട്, പിന്നെ അവര് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും? എനിക്ക് ഞാൻ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സുകാരനാണ്. അപ്പോ ഞാൻ എൻ്റെ പിതാവിന്റെ കൂടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു കാര്യം വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിൽ വയ്ക്കേണ്ടത്, നമുക്ക് ഒരു എക്സിബിഷനിസം എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമുക്ക് ഇന്നെന്താണോ ആവശ്യം, നമുക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ എങ്ങനെ അസസ് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മളൊരു കോൾ എടുക്കാൻ പാടില്ല. നമ്മൾ എടുക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്, വരവ് കായും ചെലവ് കായും തമ്മിൽ ഒത്തു നോക്കുക. ചെലവാണ് കൂടുതൽ, വരവ് കുറവാണെങ്കിൽ ചെലവ് ചുരുക്കുക. ഇനി ചെലവ് ചുരുക്കാൻ നോക്കിയിട്ടും വരവ് കൊണ്ട് നമുക്ക് രക്ഷയില്ലെങ്കിൽ ആ ബിസിനസ് നിർത്തുക. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത് നോർമൽ ബിസിനസിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിതാവായിട്ട് തുടങ്ങിയതാണ്. 40 വർഷമായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെ ഞാൻ നിർത്തും എന്ന് ഉള്ള ആശങ്ക എനിക്കുണ്ടാകാം. പക്ഷെ
എൻ്റെ വരവും എൻ്റെ ചെലവും തമ്മിൽ നോക്കുമ്പോൾ എൻ്റെ ചെലവ് കൂടുതലാണെങ്കിൽ ഞാനത് നിർത്തിയേ മതിയാവും. ആ ഒരു ധൈര്യം ലൈഫിൽ എന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ബിസിനസിന്റെ സക്സസിന്റെ അടിസ്ഥാനപരമായ കാര്യം. സർ, പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ സാറ് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷെയർ ചെയ്തു. ഒരുപാട് ചോദ്യങ്ങൾക്കും സാർ വളരെ ക്ഷമയോടെ ഉത്തരം തന്നു. അതിനാദ്യമായി ഞങ്ങളുടെ TNS ഭാഗത്തു നിന്നും കേട്ട എല്ലാ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഹാർദവമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇതുവരെ ക്ഷമയോടെ കേട്ടിരുന്ന് ഈ നോമ്പിന്റെ സമയത്തും ഇരുന്ന് ശ്രവിക്കുകയും ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സജീവമാക്കുകയും ചെയ്ത മുഴുവൻ ഓഡിയൻസിനും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അത് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. വെരി മച്ച്. എനിക്ക് ഈ അവസരം തന്നതിലും കൂടുതൽ ആൾക്കാർ കേട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിച്ചതിലൊക്കെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Taz and Hamjith. Find solutions for your business worries.